കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയതിൽ ഹർഷിന വീണ്ടും സമരമുഖത്തേക്ക് ഇറങ്ങുകയാണ്. നീതി നിഷേധത്തിനെതിരെ ഈ മാസം 29-ന് കോഴിക്കോട് കളക്ടറേറ്റിന് മുന്നിൽ സത്യാഗ്രഹ സമരം നടത്താനാണ് സമരസമിതിയുടെ തീരുമാനം. ഹർഷിന കേസിൽ കുന്നമംഗലം കോടതിയിൽ വിചാരണ നടപടികൾ ആരംഭിക്കാനിരിക്കെ ഹൈക്കോടതി സ്റ്റേ അനുവദിച്ച സാഹചര്യത്തിലാണ് ഹർഷിന സമരസമിതി പ്രതിഷേധം ശക്തമാക്കാൻ തീരുമാനിച്ചത്. ഇതിന്റെ ഭാഗമായി ഈ മാസം 29-ന് കോഴിക്കോട് കളക്ടറേറ്റിന് മുൻപിൽ ഏകദിന സത്യാഗ്രഹം നടത്തും. പരിപാടി KPCC മുൻ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. പ്രോസിക്യൂഷന്റെ ഒത്തുകളിയാണ് പ്രതികൾ സമർപ്പിച്ച ഹർജിയിൽ സ്റ്റേ അനുവദിക്കാൻ കാരണമായതെന്നാണ് ഹർഷീനയുടെയും സമരസമിതിയുടെയും ആക്ഷേപം. മുഖേന നമ്മളൊരു വക്കീലിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. തൽക്കാലം ഗവൺമെൻറ്റിൻ്റെ പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്നു നമുക്ക് വേണ്ടി ഹാജരാകേണ്ടിയിരുന്നത്. അവിടെയും സർക്കാർ നമ്മളെ അവഗണിച്ചു എന്നുള്ളതാണ്. അപ്പം ഈ സ്റ്റേ അത്രയും തെളിവുകളുണ്ടായിട്ടും നമ്മളെ വാദം പോലും കേൾക്കാത്താണ് സ്റ്റേ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാലമായിട്ടും ഒരു തരത്തിലുള്ള നീതി നമുക്ക് അടുത്തുപോലും എത്തിയിട്ടില്ല. അപ്പോൾ അവസാന പ്രതീക്ഷ കോടതിയിലായിരുന്നു. ഇപ്പോൾ കുന്നമംഗലം കോടതിയിൽ വിചാരണ തുടങ്ങാൻ നിൽക്കുന്ന സമയത്താണ് ഹൈക്കോടതിയിൽ ഡോക്ടേഴ്സ് പോയിട്ട് അവർ നിരപരാധിയാണ് എന്ന് പറഞ്ഞിട്ട് സ്റ്റേ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അവർ നിരപരാധിയാണെങ്കിൽ ഞാനാണോ കത്രിക വയറ്റിൽ വെച്ചിട്ടുള്ളത്? അപ്പോൾ ഞങ്ങളെ നഷ്ടങ്ങൾക്ക് ആര് പരിഹാരം നൽകും? കേസ് വീണ്ടും പരിഗണിക്കാൻ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത് കേസ് അട്ടിമറിക്കാനാണെന്നും സമരസമിതി ആരോപിക്കുന്നു. ആരോഗ്യമേഖലയിലെ ന്യൂനതകൾ മറച്ചുവെച്ച് സംവാദത്തിന് വെല്ലുവിളിക്കുന്ന ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വെല്ലുവിളി സ്വീകരിക്കുന്നതായും സമരസഹായ സമിതി വ്യക്തമാക്കി. 2017-ലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ കത്രിക ഹർഷീനയുടെ വയറ്റിൽ കുടുങ്ങിയത്. 2022-ൽ ശസ്ത്രക്രിയയിലൂടെ അത് പുറത്തെടുത്തു. ശസ്ത്രക്രിയ നടത്തിയ 2 ഡോക്ടർമാരും 2 നഴ്സുമാരും കുറ്റക്കാരാണെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ന്യൂസ് മലയാളം, കോഴിക്കോട്.